أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, സദസ്സിൽ ഉപവിഷ്ടരായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സിംഗ്സഫറിൻ്റെ ഈ ധന്യമായ വേദിയിൽ പരിശുദ്ധ ഖുർആനിലെ 105-ാമത്തെ സൂറത്തായ സൂറത്തുൽ ഫീൽ 5 ആയത്തുകളടങ്ങുന്ന വളരെ വിശാലമായ അർത്ഥതലങ്ങളുള്ള മക്കയിലിറങ്ങിയ ഈ സൂറത്താണ് എൻ്റെ പ്രതിപാദ്യ വിഷയം. അല്ലാഹു തആല നല്ലതുപോലെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആദ്യമായി ദുആ ചെയ്യുകയാണ്. സൂറത്തുൽ ഫീലിനെ പറ്റി പരിചയപ്പെടുത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിന് 50 ദിവസം മുമ്പാണ് ആനക്കലഹ സംഭവം എന്ന് പറയുന്ന ഒരു വലിയ സംഭവം ലോകത്ത് അരങ്ങേറുന്നത്. അതിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് ഭൂജാതനാകാനായി എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഈ ആനക്കലഹ സംഭവമെന്ന് കിതാബുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. നബിയെ, നിങ്ങൾക്കറിയോ ആനക്കാരെ എങ്ങനെയാണ് നിങ്ങളെ റബ്ബ് കൈകാര്യം ചെയ്തതെന്ന് നിങ്ങൾക്കറിയോ? ആരാണ് ഈ ആനക്കാര്? അത് വലിയൊരു സംഭവമാണ്. ആനക്കാര് എന്ന് പറയുമ്പോൾ നമ്മൾ തലക്ക് മുതൽ വിശദീകരിക്കണം, അതിന് സമയമില്ല. എന്നാലും ഞാൻ ചുരുക്കി പറയാം. എവിടെ നിന്നാണ് ഇതിൻ്റെ തുടക്കം? അത് ഹിമ്യർ എന്ന് പറയുന്ന ഒരു നാട്ടിലൊരു രാജാവ് ഉണ്ടായിരുന്നു. ദൂനുആസ് എന്ന് പറയുന്ന രാജാവാണ്. അദ്ദേഹം ബൗദ്ധ ആരാധകനാണ്. എന്നാൽ അദ്ദേഹം ചെയ്തത് എന്താണെന്നറിയോ? അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള സത്യവിശ്വാസികളെ അദ്ദേഹം ചുട്ടുകൊന്നു. അദ്ദേഹം തൻ്റെ നാട്ടിലുള്ള വരമ്പുകളൊക്കെ കിടങ്ങ് കീറി അവിടെയുള്ള സത്യവിശ്വാസികളൊക്കെ ചുട്ടുകൊന്നു. ഇതറിഞ്ഞ നജ്ജാശി രാജാവ് ആ ഹിമ്യർ എന്ന നാട്ടിലേക്ക് ദൂനുആസിനെ തുരത്താൻ വേണ്ടി തൻ്റെ നാട്ടിൽ നിന്നും 2 സൈന്യങ്ങൾ അയക്കുകയാണ്. അബ്രഹത്തിൻ്റെയും അരിയാത്തിൻ്റെയും 2 സൈന്യത്തെ ഹിമ്യറിലേക്ക് അയക്കുന്നു. അബ്രഹത്ത് ഹിമ്യർ പിടിച്ചടക്കുന്നു. നജ്ജാശി രാജാവ് സമ്മതം കൊടുക്കുന്നു. ഹിമ്യർ ഭരിക്കാൻ നജ്ജാശി രാജാവ് സമ്മതം കൊടുക്കുന്നു. ആ സമ്മതം കൊടുത്തതിൻ്റെ പേരിൽ നന്ദി പ്രകാശനമായിട്ട് നജ്ജാശി രാജാവിന് വേണ്ടി ഒരു വലിയ സൗധം പണിയുകയാണ് അബ്രഹത്ത്. അങ്ങനെ ആ സൗധം പണിതു. സൗധം പണിയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? കഅബ പോലെയുള്ള ഒരു നാട്, ആ നാടുകളിലേക്ക് ജനങ്ങൾ ഒഴുകുന്നത് പോലെ ഈ ഒരു ആരാധനാലയത്തിലേക്കും ജനങ്ങൾ ഒഴുകണം. അതാണ് അബ്രഹത്ത് ഉദ്ദേശിച്ചത്. എന്നാൽ ഖുറൈശികൾക്ക് ഇത് പിടിച്ചില്ല. ഖുറൈശികൾ ഈ ആരാധനാ കേന്ദ്രം മലിനമാക്കി. ഇതിൻ്റെ പ്രതികാരമെന്നോണം അബ്രഹത്തും ടീമും അതാ മക്ക കീഴടക്കാൻ പൊളിച്ചെടുത്താൻ വരികയാണ്. അതാ പരിശുദ്ധ ഖുർആൻ പറയുന്നു, അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. അവരെ കുതന്ത്രങ്ങളെ എങ്ങനെയാണ് കുതന്ത്രങ്ങളെ പൊളിച്ചടക്കിയതെന്ന് നബിയെ തങ്ങൾക്കറിയോ? അവരെ കുതന്ത്രങ്ങളെ പടച്ച റബ്ബ് പൊളിച്ചു കളഞ്ഞില്ലേ? അതാ വലിയ ഒരു സൈന്യവുമായി മക്കയിലേക്ക് വരികയാണ്. മുഹമ്മസ് എന്ന് പറയുന്ന നാട്ടിൽ അവർ തമ്പടിക്കുന്നു. അവരുടെ സൈന്യമെന്ന് പറയുന്നത് 8 അല്ലെങ്കിൽ ഒരഭിപ്രായമനുസരിച്ച് 12 ആനകളും അടങ്ങുന്ന ഒരു വലിയ സൈന്യവുമായി കഅബ പൊളിക്കാൻ അബ്രഹത്തും കൂട്ടരും വരുന്നു. അങ്ങനെ അബ്രഹത്തും കൂട്ടരും കഅബ പൊളിക്കാൻ വരുമ്പോൾ
ഖുറൈശി പ്രമുഖരായ അബ്ദുൽ മുത്തലിബിനെ വിളിക്കുന്നു, ചർച്ച ചെയ്യുന്നു. അബ്ദുൽ മുത്തലിബ് പോകുന്നു. അബ്ദുൽ മുത്തലിബിനറിയാം കഅബ വിളിക്കാനാണ് വന്നത്. അതാ അബ്ദുൽ മുത്തലിബ് കഅബ പിടിച്ചൊരു വാക്ക് പറയുന്നുണ്ട് റബ്ബിനോട്, റബ്ബേ, ഇത് നിന്റെ ആരാധനാലയമാണ്, ഇത് നിന്റെ കഅബയാണ്, ഇതിനെ നീ കാത്തുകൊള്ളണേ. ഇതിൽ നിന്ന് നമുക്കൊരു വലിയ പാഠമുണ്ട്. എന്താണ് ആ പാഠം? ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്. ആരെങ്കിലും ദൃഢനിശ്ചയം ചെയ്ത് റബ്ബിലേക്ക് തവക്കുൽ ചെയ്താൽ അത് മതി, അത് മാത്രം മതി. അബ്ദുൽ മുത്തലിബ് തവക്കുൽ ചെയ്തു, പോയി റബ്ബിലേക്ക് തവക്കുൽ ചെയ്തു. എന്താണ് റബ്ബ് ചെയ്തത്? ആനക്കാരെ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ. അബാബീൽ പക്ഷികളെ വിട്ട് അവരിലേക്ക് അയക്കുന്നു. എന്താണ് അബാബീൽ പക്ഷികളുടെ പ്രത്യേകത? അബാബീൽ പക്ഷികൾ എന്ന് പറഞ്ഞാൽ നായകളുടെ കാലുള്ള, പക്ഷികളെ ചുണ്ടുള്ള, പച്ച നിറത്തിലുള്ളൊരു പക്ഷി. സമുദ്രത്തിൻ്റെ ഭാഗത്ത് നിന്നും അവർ വരുന്നു ആനക്കാരിലേക്ക്. അതാണ് അബാബീൽ എന്ന് പറഞ്ഞാൽ. അബാബീൽ പക്ഷികൾ എന്ന് പറഞ്ഞാൽ തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും. തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ. ആ ആനക്കാരിലേക്ക് സിജ്ജീൽ എന്ന് പറയുന്ന കല്ലിനെ എറിയുന്നു ആ പക്ഷികൾ. എന്താണ് സിജ്ജീൽ എന്ന് പറഞ്ഞാൽ? സിജ്ജീൽ എന്ന് പറഞ്ഞാൽ ചുട്ടെടുത്ത കല്ല് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താണ് ചുട്ടെടുത്ത കല്ല്? എന്താണ് വലിയ കല്ലാണോ? അതൊരു ചെറിയ കല്ലാണ്. പയർ മണിയേക്കാൾ വലുതും കടലമണിയേക്കാൾ ചെറുതുമായ ചുട്ടെടുത്ത കല്ലിനെയാണ് സിജ്ജീൽ എന്ന് പറയുന്നത്. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ തഫ്സീറിൽ കാണാം, രേഖപ്പെടുത്തപ്പെട്ട കല്ല്, രേഖപ്പെടുത്തപ്പെട്ടത്. സിജ്ജീൽ അങ്ങനെ ഒരു അർത്ഥമുണ്ട്, രേഖപ്പെടുത്തപ്പെട്ടത് എന്നൊരർത്ഥം സിജ്ജീലിനുണ്ട്. എന്നിട്ട് തഫ്സീറിൽ നമുക്ക് കാണാം, അലാ കുല്ലി ഹജരിൻ ഇസ്മു മൻ യഖഅ അലൈഹി. ഓരോ കല്ലിന്മേലും എഴുതി വെച്ചിട്ടുണ്ട് അത്രേ, ഓരോരുത്തരും മേളിൽ വീഴാനുള്ളത്, രേഖപ്പെടുത്ത വെച്ച കല്ല്. അങ്ങനെ സിജ്ജീൽ എന്ന് പറയുന്ന കല്ലുകൊണ്ട് അവരെ എറിയുന്നു. തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല ആദരിച്ച, ബഹുമാനിച്ചതിനെ നശിപ്പിക്കാൻ വന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല കൊടുത്ത ശിക്ഷ കണ്ടോ? എങ്ങനെയായി എന്നാണോ പരിശുദ്ധ ഖുർആൻ പറയുന്നത്? അവർ തിന്നപ്പെട്ട വൈക്കോല് പോലെ അവരെ ആക്കി എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അങ്ങനെ അവരെ നശിപ്പിച്ചു കളഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു തആല ആദരിച്ചതിനെ ആദരിക്കണം, അല്ലാഹു സുബ്ഹാനഹു തആല ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണം. അതിനെ എങ്ങാനും നിന്ദിച്ചു കളഞ്ഞാൽ ആഖിറത്തിൽ വിരല് കടിക്കേണ്ടി വരും കേട്ടോ. പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ ഫീലിന്റെ പ്രത്യേകത അറിയോ നിങ്ങൾ? അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ ഖറഅ സൂറത്തുൽ ഫീലി, ഒരാൾ സൂറത്തുൽ ഫീൽ ഓതുകയാണെങ്കിൽ അഅഫാഹു അല്ലാഹു തആല അയ്യാമ ഹയാതിഹി വലിൽ ഖസ്ഫി വൽ മസ്ഖി. അവൻ്റെ ജീവിതത്തിൽ നിന്ന് കോലം മറിയലിനെയും ഭൂമി വിഴുങ്ങിക്കളയലിനെയും അല്ലാഹു തആല, അതിൽ നിന്നും അല്ലാഹു തആല അവനെ സംരക്ഷിക്കും. അബൂ സഊദിൽ ഈ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ വല്ല വിപത്തുകളും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ സൂറത്തുൽ ഫീൽ നിങ്ങൾ പാരായണം ചെയ്യണം. സൂറത്തുൽ ഫീൽ അതിന് വലിയൊരു പരിഹാരമാണെന്ന് കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിനെ നേരാവണ്ണം മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഊസിക്കും ബിദ്ദുആ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.